ഹായ് ഓൾ. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സോപ്പ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. അപ്പം ആദ്യത്തെ ട്രൈ ആണ്. അപ്പം ഞാൻ ചെയ്യുമ്പോൾ തന്നെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി ചെയ്യുന്നതാണ്. ശരിയാകുമോ എന്നൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഈ ടൈപ്പിലുള്ള ഒരു മോൾഡാണ്. ഈ ടൈപ്പിലുള്ള മോൾഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് അധികം വെയിറ്റ് വരത്തില്ല, ഒരു 10 ഗ്രാം അതിലും കുറഞ്ഞൊക്കെ വരുള്ളൂ. അപ്പൊ ഇതും വേണം നമുക്ക്. ആ 4 ഷേപ്പിലുള്ള ഹാർട്ട് ഷേപ്പ്, 4 ഡിഫറെന്റ് ഷേപ്പിലുള്ള എല്ലാവരുടെയും കയ്യിലുള്ള മോൾഡും ഇല്ലേ, അതും യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ അതിന് വേണ്ടി നമുക്കൊരു ഗ്ലിസറിൻ സോപ്പ് ബേസ് മെഷർ ചെയ്തെടുക്കാം. അപ്പൊ ഒരു 80 ഗ്രാം ആണ് ഞാൻ മെഷർ ചെയ്തെടുക്കുന്നത്. ആ 80 ഗ്രാം മെഷർ ചെയ്ത് നമ്മൾ ഈ ബേസിലാണ് ആദ്യം ഒഴിക്കുന്നത്. അപ്പൊ മെഷർ ചെയ്ത് അതിനെ മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് നോർമലി ചേർക്കുന്ന പോലെ തന്നെ നമ്മളൊരു വൈറ്റമിൻ ഇ ചേർക്കുന്നുണ്ട്, ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒലീവ് ഓയിലും കൂടെ ചേർത്താണ് നമ്മൾ ആദ്യത്തെ സെറ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം അതെല്ലാം കറക്റ്റായിട്ട് ഒരു വൈറ്റമിൻ ഇ ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കുറച്ച് ഗ്ലിസറിനും കുറച്ച് ഒലീവ് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇച്ചിരി സ്മെല്ലും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇനി എന്താ ചെയ്യേണ്ട, ആ മോൾഡിലോട്ട് നമ്മൾ 4 ബേസ് സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ 4 നമ്മൾ ആദ്യം കുറേശ്ശെ ഗ്ലിസറിൻ സോപ്പ് ബേസ് നമ്മൾ മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. 4 മോൾഡിലും മൊത്തം ഫില്ല് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് അടുത്തടുത്ത് ചെയ്ത് വരാനാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇതിനെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ച് ഇതൊന്ന് സെറ്റായ ശേഷമാണ് അടുത്ത സെറ്റ്, ആ ചെറിയ മോൾഡിൽ നമ്മൾ അടുത്ത സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് ഒഴിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. സെറ്റാക്കി മാറ്റി വെച്ചു. ഇനി കുറച്ച് ഒരു 10 to 15 ഗ്രാം എടുത്തിട്ടുള്ള നമ്മളെ ഗോഡ് മിൽക്ക്, അതിലും നമ്മൾ ഗ്ലിസറിനും ഒലീവ് ഓയിലും ചേർത്ത് സ്മെല്ലും കൂടെ ചേർത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ക്രിസ്മസ് ഫാദറിനെയൊക്കെ ഒന്ന് കളർ ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റാണ്. അപ്പൊ ക്രിസ്മസ് ഫാദറിന്റെ തൊപ്പിയുടെ ഭാഗവും താടിയുടെ ഭാഗവുമാണ് നമ്മൾ ഈ വൈറ്റ് കളർ വെച്ച് ചെയ്യുന്നത്. കുറച്ച് പാടാണ്, ചെറിയ മോൾഡ് ആയതുകൊണ്ട്. ഞാനിങ്ങനെയൊക്കെ സ്പൂൺ കൊണ്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുവാണ്. എത്രയും കിട്ടുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, ഈ മോൾഡിൽ എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇതൊരു ട്രയലാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് റെഡൊക്കെ ഒഴിച്ച് ക്രിസ്മസ് ഫാദർ ആക്കാനുള്ള ഒരു ശ്രമമാണ്. എത്രത്തോളം ശരിയാകുമെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് എന്നാൽ ഇത് ചെയ്യാൻ ഒരു താല്പര്യം, അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ ഒഴിച്ചു എന്നിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്താ സ്പൂൺ മാറ്റിയിട്ട് നേരത്തെ തന്നെ അതിനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഏകദേശം ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ അതുപോലെ ചെയ്തെടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. കുറച്ച് ശ്രദ്ധിച്ച് വേണം നമ്മളിത് ചെയ്യുന്നത്. കുറച്ച് ശ്രദ്ധിച്ചാണ് നമ്മൾ മെനക്കെട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇത് പെട്ടെന്ന് ചെയ്യുന്ന ഒരു പരിപാടിയല്ല, ഇത് ടൈം ടേക്കിംഗ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ മെൽട്ടായി നമുക്കിങ്ങനെ സെറ്റായി പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ പെതുക്കെ സെറ്റാക്കി എടുത്തു. അപ്പൊ അതിനെ എന്നിട്ട് ഞാനൊന്ന് സ്പൂൺ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അടുത്തത് അടുത്ത 2 ഞാൻ ഒഴിക്കുന്നുണ്ട്. 2 ഇതിനകത്ത് ക്രിസ്മസ് ഫാദറിന്റെ ഒരു ഫേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ 2 ഇങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ശ്രദ്ധിച്ചാണ് ഒഴിക്കുന്നത്. എങ്ങനെയാവോ എന്തോന്നൊന്നും അറിയത്തില്ല, എന്നാലും നമ്മളൊരു ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത് കുളമാക്കിയത് കൊണ്ട് എന്റെ ഹസ്ബൻഡിനെ കൊണ്ടും കൂടെ ചെയ്യിക്കുകയാണ്. അപ്പം 2 പേരും കൂടെ ഉള്ള പരിശ്രമമാണിത്. എങ്ങനെയായി വരുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് അടുത്ത സെറ്റ് ഒരു റെഡ് ഗ്ലിസറിൻ സോപ്പ് ബേസിനകത്ത് നമ്മൾ റെഡ് കളർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുപോലെ തന്നെ കുറച്ച് ശ്രദ്ധിച്ച് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി ടൈം എടുക്കും, കാരണം ഇത് ചെയ്ത് വരാൻ. നമ്മൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയും എനിക്ക് സ്വന്തം യൂസിന് വേണ്ടി ചെയ്തെടുക്കാവുന്ന ഒരു ക്യൂരിയോസിറ്റി തോന്നി ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം എത്രത്തോളം ശരിയാവുമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ അത് കഴിഞ്ഞ ശേഷം അതിനൊഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കിയുള്ള മോൾഡ് പെട്ടെന്ന് ഫില്ലാവും കേട്ടോ. ബാക്കിയുള്ള മോൾഡ് നമ്മൾ ആ ക്രിസ്മസ് ഫാദറിന്റെ ആ ഒരു വടിയിലും പിന്നെ ഒരു ഫ്ലവറിൽ ഒക്കെ നമ്മളിങ്ങനെ ബാക്കി വന്നത്, ഞാൻ ആകെ 2 ചെയ്യാനേ ശ്രമിച്ചുള്ളായിരുന്നു. പക്ഷെ എന്നാൽ ബാക്കി വന്നതെല്ലാം ഞാൻ അതിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കതിനെ മാറ്റി വെച്ചിട്ട് അടുത്ത എനിക്കൊരു സ്നോമാനും ഫില്ല് ചെയ്ത് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നമുക്ക് ഒരു ക്രിസ്മസ് ട്രീയും കൂടെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി വീണ്ടും നമ്മൾ കുറച്ച് ഗ്ലിസറിൻ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ഗ്രീൻ കളർ ആഡ് ചെയ്ത് അതിനകത്ത് നമ്മൾ എന്താ പറയണ്ടത്, ഗ്രീൻ കളർ ആഡ് ചെയ്ത ക്രിസ്മസ് ട്രീക്കകത്തും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ക്രിസ്മസ് ട്രീയിലെ ക്രിസ്മസ് ട്രീയും കൂടെ കാണാനൊരു നല്ല ഭംഗിയായിരിക്കത്തില്ലേ. അപ്പൊ അത് ഞാൻ ആ ഒരു ക്രിസ്മസ് ട്രീയും കൂടെ അതിനകത്ത് ചെയ്തെടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ബാക്കി വന്ന മോൾഡിനകത്തോട്ട് ഞാൻ ഈ റെഡ് കളർ ഫില്ല് ചെയ്ത് എല്ലാത്തിലും ഒന്ന് ഫില്ലാക്കിക്കുന്നുണ്ട്.
ഒരാളുടെ ഹെൽപ്പിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ചെയ്തെടുക്കുന്ന കാര്യമല്ലേ. അപ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണില്ല. അപ്പം ഒരാളുടെ ഹെൽപ്പിലാണ് നമ്മളിത് കവർ ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തത് ഗ്ലിസറിൻ ബേസിനകത്ത് നമ്മൾ അടുത്ത കളർ എടുത്തിട്ട് നമ്മൾ വീണ്ടും എന്താ പറയണ്ടേ, ആ ഒരു ട്രീക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതും ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തു. ഇത് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ബ്രൗൺ കളറാണ്. ബ്രൗണി അതിനകത്തുള്ള 2 സ്നോമാൻ്റെ താഴെ 2 കാർട്ടൂൺസ് ഉണ്ട്. അവർക്കും കൂടെ ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ബ്രൗൺ കളർ മിക്സ് ചെയ്ത് ഗോഡ് മിൽക്കിലാണ് നമ്മൾ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് ഒരു സ്നോമാനും 2 ആ താഴെയുള്ള 2 ഡോളിനും നമ്മളൊരു അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് ഒഴിക്കുക. ചെറിയ മോൾഡാണ്, പെട്ടെന്ന് ഫില്ലാകുന്നുണ്ട്. അപ്പം നമ്മളതിനെ ശ്രദ്ധിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒഴിച്ചെടുക്കുക. കുറച്ചും കൂടെ ഡാർക്കാക്കി അടുത്ത 2ലും കൂടെ നമ്മൾ കുറച്ചും കൂടെ ബ്രൗൺ കളർ ആഡ് ചെയ്ത് അടുത്ത 2 മോളിലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത മോളിൽ നമ്മൾ ഒഴിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഡാർക്കായി, കണ്ടില്ലേ? അപ്പം ഇത് തന്നെ കാണാൻ നല്ല ക്യൂട്ട് സോപ്പാണ്. പക്ഷെ നമുക്കിത് ഇങ്ങനെയല്ല നമ്മൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ഒരു സോപ്പിനകത്ത് വെച്ച് ക്രിസ്മസ് ഫാദറിനെ എടുക്കാനാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കാം നമുക്ക് എങ്ങനെ വരുമെന്ന്. ഇനി അടുത്തത് നമ്മൾ ഗ്ലിസറിന്റെ സോപ്പ് ബേസ് എടുത്തു. അതിനകത്ത് നമ്മൾ ഗ്രീൻ കളർ ഇതുപോലെ തന്നെ എന്താ പറയണ്ടത്, നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറിന് പിന്നെ ഒലീവ് ഓയിലും എല്ലാം ആഡ് ചെയ്ത്, അപ്പം നമ്മൾ ചുമ്മാതെ ഉണ്ടാക്കുന്നതാണെങ്കിലും ഡിസൈനർ സോപ്പ് ഉണ്ടാക്കുന്നതാണെങ്കിലും നമ്മളെല്ലാം ആഡ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. സ്വന്തം യൂസിനായിട്ട് എടുക്കാനും എൻ്റെ മോനൊക്കെ ഉപയോഗിക്കാനായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അതിനകത്ത് സ്മെല്ലും കൂടെ ആഡ് ചെയ്തു. ഇനി ഒരു ഗ്രീൻ കളർ കൂടെ ആഡ് ചെയ്ത് നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ട്രൈക്ക് വേണ്ടിയുള്ള കളറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ട്രീക്കകത്തോട്ട് 2 ട്രീ ഉണ്ട്, നമ്മൾ അതിനകത്ത് ഡൈ കൊടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ സോപ്പിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് പറ്റുന്നത് വെക്കാം. ബാക്കി പിന്നീട് ചെയ്യുമ്പം ക്യൂട്ടായിട്ട് ചെയ്യുമ്പം നമുക്ക് അതിനകത്ത് മാറ്റി ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. എല്ലാം കൂടെ ഞാൻ വെക്കുന്നില്ല. അപ്പൊ എന്തായാലും നമ്മൾ സോപ്പ് ബേസ് എടുത്ത് ബാക്കി വന്നത് കൊണ്ട് മാത്രം ഞാൻ അതിനെ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ വീണ്ടും നമ്മൾ ആ ട്രീ ഫില്ല് ചെയ്യുന്നുണ്ട്. 2 ട്രീയിൽ ഒഴിക്കാനുള്ളത് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ആ ഒരു എന്താ പറയുക ഗ്രീൻ കളർ വടിയിലും കൂടെ ഒഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കഴിഞ്ഞു. ഗിഫ്റ്റ് റാപ്പിലാണ് ഒഴിക്കുന്നത്. ആ വടിയിൽ ഒഴിക്കാൻ തികയത്തില്ല തോന്നുന്നു. വടിയിലും കൂടെ ഒഴിക്കാൻ ഇപ്പൊ നമുക്ക് തികഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്തും കൂടെ ക്രിസ്മസ് പപ്പയുടെ വടിക്കും നമ്മളൊരു ഗ്രീൻ കളർ കൊടുത്ത് സെറ്റ് ചെയ്ത് ഏകദേശം ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇത് സെറ്റ് ആകാൻ നമുക്ക് 1 to 2 hours ആവശ്യമില്ല. ഒരു 1 hour ഒരു 15-20 മിനിറ്റ്സിനുള്ളിൽ ഇത് സെറ്റ് ആയി എടുക്കും. കാരണം കംപ്ലീറ്റ് സെറ്റ് ആകുന്ന വരെ നമ്മൾ 3 hours ഇരിക്കേണ്ട അല്ലെങ്കിൽ 2 hours ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് അത്രയും കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ അൺമോൾഡ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്ത അതിനെ ആ ഒരു ചെറിയ സോപ്പുകളെ നമ്മൾ അൺമോൾഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ 3-4 ഷേപ്പ് ഉള്ളതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ആദ്യത്തെ ബേസിന്റെ മുകളിലോട്ട് വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത ഗ്ലിസറിൻ ബേസ് എടുത്തിരിക്കുന്നത്. അതിന്റെ മണ്ടയ്ക്ക് ഉരുളയും കൂടെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള ഗ്ലിസറിൻ സോപ്പ് ബേസ് നമ്മൾ മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത സെറ്റ് ഗ്ലിസറിന് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് സോപ്പ് ബേസിനകത്താണ് നമ്മളൊരു 60-70 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 സ്പൂൺ ഗ്ലിസറിൻ ഒഴിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മോൾഡിനകത്തോട്ട് നമ്മളതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മോൾഡിൽ നമ്മൾ ക്രിസ്മസ് ഫാദറൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഇനി ഒരു ഗ്ലിസറിൻ ലെയർ ഒഴിക്കാൻ പോവാണ്. ഒരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഇത്തിരി സമാധാനത്തിലേ നമുക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പം എല്ലാത്തിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടെ നമ്മൾ ഗ്ലിസറിൻ ഒഴിച്ച് അതൊന്നും അവിടെ ഫിക്സ് ആക്കുന്നുണ്ട്. അപ്പം ഇത് കുറേ നമുക്കിങ്ങനെ അതിൽ പറ്റി പോകുന്നുണ്ട്. അടുത്ത സെറ്റ് നമ്മൾ ഒഴിച്ച് അതിനെ ഫിക്സ് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ അടുത്ത സെറ്റ് ഗോഡ് മിൽക്ക് ഒഴിക്കുന്നത്. അപ്പം നമ്മുടെ ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കുക്കുംബറിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. അപ്പം നമ്മുടെ സോപ്പ് നമ്മൾ വീഡിയോയ്ക്ക് മാത്രമല്ല നല്ല ഗുണങ്ങളുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ റോസ് എക്സ്ട്രാക്റ്റും കൂടെ നമ്മൾ ഒഴിച്ച് കുറച്ച് സ്മെല്ല് പോലെ ഒഴിച്ച് ഓൾറെഡി നമ്മൾ ബേസിലൊക്കെ നമ്മൾ ഗ്ലിസറിന് ഒലിവൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സ്മെല്ലും കൂടെ ആഡ് ചെയ്ത് പിങ്ക് കളറും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ക്യൂട്ട്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് പിങ്ക് കളറും കൂടെ ആഡ് ചെയ്യുന്നു.
ഇനി നമുക്ക് മോൾഡിൽ ബാക്കി ഫില്ല് ചെയ്യും. മോൾഡ് എടുത്തിട്ട് ബാക്കി അതിന് മുകളിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. 2-3 തവണയായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കേണ്ടതൊക്കെ ഒരു പ്രോസസ്സ് ഉണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഭംഗിയാക്കി ചെയ്യാൻ വേണ്ടിയാണ് അത്രയും ചെയ്യുന്നത്. നമ്മളെല്ലാം ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സോപ്പിൻ്റെ ഭംഗി നമുക്കിനി 3 hours കഴിയുമ്പോൾ കാണാം. നമുക്കിനി നമ്മുടെ സോപ്പെല്ലാം ഒന്ന് അൺമോൾഡ് ചെയ്ത് നോക്കാം. നമ്മുടെ സോപ്പ് എങ്ങനെ ആയിട്ടുണ്ടെന്ന് അറിയണ്ടേ? അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ സോപ്പ് നമുക്കിനി ഒന്ന് അൺമോൾഡ് ചെയ്യാം. എങ്ങനെ ആയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് സൈഡിൽ നിന്ന് വലിച്ചിട്ട് വേണം. ഇത്തിരി പാടാണ് ഇറങ്ങിയത്. കണ്ടോ, ക്രിസ്മസ് ഫാദറിനെ ലൈറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ? അപ്പം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ സോപ്പ് കണ്ടോ, ഇതിൽ ഗിഫ്റ്റും ക്രിസ്മസ് ട്രീ. ഇത്രയും നമുക്ക് ഇത്തിരി ലൈറ്റ് കളറിലാക്കി നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഇത്രയേ കിട്ടുന്നുള്ളൂ. ഓക്കെ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടില്ലേ? പക്ഷെ എന്താ പറയണ്ടേ, ഇത്തിരി ഡിം അകത്തോട്ടാണ് ഇരിക്കുന്നത് കേട്ടോ കളേഴ്സൊക്കെ. എന്നാലും നല്ല അടിപൊളി ക്യൂട്ട് സോപ്സ്, നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ സോപ്സ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.